ഞാൻ തൊഴിലത്ത് റോയൽ കസ്റ്റമോട്ടോഴ്സ് കാവന്നൂർ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പ് കാണിക്കുന്ന ഒരു BS3 ക്ലാസിക്കാണ്. ഫസ്റ്റ് ജെൻ ക്ലാസിക്കാണ് കേട്ടോ. 2010 വണ്ടി ആണിത്. അപ്പോൾ നോക്കാം, ഇത് കുറച്ച് നിർത്തിയിട്ടായിരുന്നു, കുറച്ച് ഒരു റീപെയിൻ്റൊക്കെ ഒരു മാറ്റ് പെയിൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസ് കാര്യങ്ങൾ മീറ്ററിൽ കാണുന്നത് 64,000 കിലോമീറ്ററാണ്. പക്ഷേ ആയിരിക്കുമല്ലോ ഒരിക്കലും, കാരണം പഴയ വണ്ടിയുടെ മീറ്ററൊന്നും കറക്റ്റായിട്ട് നമ്മൾ അങ്ങനെ അക്യുറേറ്റ് ആയിട്ട് കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല. മീറ്റർ കംപ്ലൈൻ്റ് ആയി ഓടുന്ന വണ്ടികളുണ്ടാവും. ഈ വണ്ടിയെ കുറിച്ചാണെന്ന് പറയുന്നത്. സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചിന് ചെറിയൊരു വിഷയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കിക്ക് ചെയ്തത് കേട്ടോ. ഓഫായിപ്പോയി. മഴ വരുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാൻ വണ്ടി നിർത്തിയിട്ടത് കൊണ്ട് കാർബേറ്ററിന് ചെറിയ ഇനീഷ്യൽ ലാഗ് ഉണ്ട്. അത് റെഡിയാക്കണം. അത് റെഡിയാക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറയല്ലോ, പെട്രോൾ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് പോകരുത്. കാർബേറ്റർ കാലിയാക്കാതെ ഒരിക്കലും ലോങ് ടൈം പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് പോകരുത് കേട്ടോ. പിന്നെ കാർബേറ്ററിൻ്റെ കംപ്ലീറ്റ് ജെറ്റും കാർബേറ്ററിൻ്റെ പെട്രോളിൻ്റെ കറ കൊണ്ട് നാശമായി പോകും. പിന്നെ ചില സമയത്ത് കാർബേറ്റർ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ തുടക്കത്തിൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ മെക്കാനിക്സിന് തലവേദന ഉണ്ടാക്കിയൊരു വണ്ടിയെന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റായിട്ട് UC വരുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങൾ, മാനുവൽ ടാപ്പറ്റിൽ നിന്ന് ഹൈഡ്രോളിക് ടാപ്പറ്റ് ആയ സമയത്ത് ആ ഒരു ടാപ്പറ്റിൻ്റെ നോയ്സ്, ഒരു സൈലൻ്റ് ഇല്ലാത്ത അവസ്ഥ, ഹൈഡ്രോളിക് ടാപ്പറ്റ് ഫെയിലാവുക, പിന്നെ ഓയിൽ പ്രഷർ കുറവാവുക, അതായത് ഓയിലിൻ്റെ സ്ട്രെയിനർ ബ്ലോക്ക് ആവുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു വണ്ടി. അതുകൊണ്ട് തന്നെ ഒരുപാട് റോയൽ എൻഫീൽഡിന് ആ ഒരു തുടക്ക സമയങ്ങളിൽ, അപ്പോൾ ഇപ്പോൾ ഒരു BS6 ഉണ്ടായ പേരുദോഷം പോലെ തന്നെ അന്ന് ഫസ്റ്റ് CI എഞ്ചിനിൽ നിന്ന് ഈ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ പേരുദോഷം വരുത്തിയൊരു വണ്ടിയാണ്, നെഗറ്റീവായിട്ടുള്ളൊരു വണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വണ്ടിയായിരുന്നു. ഇത് ആണെന്നല്ല, ഇതൊന്നും വാസ്തവമല്ല, ആയിരുന്നു ഈ വണ്ടി. അപ്പം ഈ ഒരു വണ്ടി മഴ വരും എന്ന് തോന്നുന്നുണ്ടോ, മഴ പെയ്ത് ഞാൻ വീഡിയോ അതിൻ്റെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജെൻ വണ്ടി ഇപ്പം നമ്മൾ അതിൻ്റെ ശേഷം BS4 വന്നു, BS6 വന്നു, പിന്നെ ഇപ്പം J സീരീസ് പ്ലാറ്റ്ഫോമായി. അപ്പോൾ അതിന് ശേഷം അപ്പോഴാണ് ശരിക്കും ഈ വണ്ടിൻ്റെ ക്വാളിറ്റി എന്താ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വണ്ടിൻ്റെ ക്വാളിറ്റി ഫസ്റ്റ് റോയൽ എൻഫീൽഡ് ഇറക്കി ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വണ്ടി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ 2010 ഇറക്കിയിട്ടുള്ള ഫസ്റ്റ് ജെൻ UC സ്റ്റാൻഡേർഡ് വണ്ടി. UC സ്റ്റാൻഡേർഡ് ആണ്, ക്ലാസിക് ആണെങ്കിൽ UC എഞ്ചിൻ വണ്ടി. ഏറ്റവും അധികം ലൈഫ് കിട്ടുന്ന പാർട്സുകളും ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടിയ വണ്ടികളും, പിന്നെ ഒരുപാട് ഈ ട്രെയിൻഡ് അല്ലാതെ മെക്കാനിക്സ് വർക്ക് എടുത്തിട്ട് ഒരുപാട് നശിപ്പിച്ച വണ്ടികളുണ്ടാവും. അതൊന്നും അതിൽ പെടില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വണ്ടി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്. ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അന്നുണ്ടായിരുന്ന ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക് ഷൂ പ്ലേറ്റ് ഹെവി ആക്കുക. ബാക്കിൽ ബ്രേക്ക് ഷൂ പ്ലേറ്റ് പഴയത് ഒരുവിധം വണ്ടികളൊക്കെ BS4 ബ്രേക്ക് ഷൂ പ്ലേറ്റ് ഉണ്ടാവുക. ആ ഒരു ബ്രേക്ക് ഷൂ പ്ലേറ്റ് ഹെവി ആക്കുക. പിന്നെ ഹൈഡ്രോളിക് കഴിയുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിൽ പമ്പ് BS4 കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഓയിൽ പമ്പ് റീപ്ലേസ് ചെയ്തിടുക. പിന്നെ ചെയിൻ സ്പോക്കറ്റ് വല്ല മാറ്റുന്ന സമയത്ത് പറഞ്ഞാൽ മതി, അതിൻ്റെ ഓയിൽ പമ്പ് ഒന്ന് മാറ്റണം. അവൻ്റെ ലേബർ കോസ്റ്റ് ഉണ്ടാകുന്ന എക്സ്ട്രാ വരില്ല. പിന്നെ അതുമാതിരി തന്നെ നിങ്ങൾക്ക് സ്മോക്കോ വല്ലോ കാര്യങ്ങളോ അടിക്കുന്ന വണ്ടി, പഴയ വണ്ടികളാണെങ്കിൽ കംപ്ലയിൻസ് ഒക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം 10 years ആയിരുന്നു അന്ന് എഞ്ചിൻ ലൈഫ് റോയൽ എൻഫീൽഡ് പറഞ്ഞിരുന്നെങ്കിലും, കിലോമീറ്ററിൽ 10 years ഒരു പ്രശ്നമില്ലാതെ ഓടുമെന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു റോയൽ എൻഫീൽഡ് UC. അപ്പം അത് വാസ്തവം തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള വണ്ടി ഉപയോഗിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. 2013 വണ്ടി, ഇതുവരെ ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ വരുന്ന വണ്ടികൾ 2010 വണ്ടി, ഇതിൽ എഞ്ചിൻ അയക്കാത്ത വണ്ടിയുണ്ട്. അപ്പം അത് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ അതൊരു സക്സസ് ആയിട്ടുള്ളൂ. അല്ലാതെ വണ്ടികളൊക്കെ എഞ്ചിൻ ഓപ്പൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
പിന്നെ അതുമാതിരി തന്നെ യങ്സ്റ്റേഴ്സിൻ്റെ കൈ കിട്ടുമ്പോൾ അല്ലാതെ ത്രോട്ടിൽ കൊടുത്തൊക്കെ ഓടിച്ച് ഹൈ സ്പീഡിലൊക്കെ യൂസ് ചെയ്ത വണ്ടിയൊക്കെ സിലിണ്ടർ പിസ്റ്റണൊക്കെ വീക്കായിട്ടുണ്ട്. അതിനുള്ളൊരു വണ്ടിയല്ല ഈ ഒരു BS പിന്നെ UC എന്നുള്ളത് അറിയാതെ നമ്മൾ KTM ഡ്യൂക്കൊക്കെ ഓടിക്കുന്ന മാതിരി പൾസറൊക്കെ ഓടിക്കുന്ന മാതിരി ക്വിക്ക് ത്രോട്ടിൽ കൊടുത്തിട്ട് ഓടിച്ചിട്ട് വണ്ടിയൊക്കെ കംപ്ലയിൻറ്റ്സ് ക്രാങ്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ എന്ത് ഒരു UC വണ്ടി പഴയ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഓയി പാർട്സ് മാറ്റി കളയാം. ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട, ഓയി പാർട്സിലേക്ക് അങ്ങ് പോവുക. ഇനി സിലിണ്ടർ കിറ്റാണ് 7700 രൂപയാണ് വരുന്നത്. 2000 രൂപ നിങ്ങൾക്ക് റീബോർ ചെയ്തിട്ട് അതൊരിക്കലും അത് ചെയ്യാതെ വെക്കുക. സിലിണ്ടർ കിറ്റാണ് പിന്നെ റീപ്ലേസ് 7700 രൂപ എടുത്ത് റീപ്ലേസ് ചെയ്ത് നമ്മൾ 10 വർഷം ഓടാന്നേ. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? മറ്റേ ബോർ ചെയ്ത് മൈലേജും ഇല്ല, CCയും കൂടി വണ്ടിയുടെ പെർഫോമൻസിനെല്ലാം തന്നെ ബാധിക്കുന്ന രീതിയിലേക്കായിരിക്കും വരിക. മഴ പെയ്തു ഇനി നമുക്ക് അതുമാതിരി സ്പാക്ക്ലച്ച് ആണെങ്കിലും കൂടെ ഒരു 4700 രൂപ കൊടുത്ത് ഒറിജിനൽ അത് മാറ്റിച്ചിടുക. പിന്നെ ക്രാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ കണക്ടർ റോഡ്, പിന്നെ ബെയറിങ് ഒറിജിനൽ, ഈ ഒരു സംഗതികൾ മാറ്റിയാൽ വർക്ക് എടുത്ത് കഴിഞ്ഞാൽ വണ്ടി പിന്നെയും ഓടും ഒരു 10 വർഷം. അതാണ് എക്സ്പീരിയൻസ്. മഴ പെയ്തിട്ട് കയറ്റിയിട്ടതാണ് കേട്ടോ. അപ്പോൾ എന്ത് വർക്ക് എടുക്കുകയാണെങ്കിൽ ഒറിജിനൽ പാർട്സ് ഉപയോഗിച്ച് ജെന്യൂനായിട്ട് വർക്ക് എടുക്കുന്ന സ്ഥലങ്ങളിൽ പോയി വർക്ക് എടുക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു BS3 വണ്ടി കിട്ടാനുണ്ട്, കുറഞ്ഞ വില കിട്ടാണെന്ന് കരുതുക. അതിന് ഇന്ന വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് 7700 രൂപയാണ് സിലിണ്ടർ കിറ്റിന് വരുന്ന വില. അപ്പോൾ മാക്സിമം പോകുന്ന ഒരു വിഷയം അതാണല്ലോ. പിന്നെ സ്മോക്കും മറ്റു കാര്യങ്ങളുടെ സിലിണ്ടർ കിറ്റ് ഒരിക്കലും റീബോർ ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിലിപ്പോൾ നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പൈസ സാമ്പത്തികമായിട്ട് അനുവദിക്കാത്ത ആളുകൾ റീബോർ ചെയ്തിടുന്ന കുഴപ്പമൊന്നുമില്ല. CC കൂടും, ചെറിയ പെർഫോമൻസിന് മാറ്റം ഉണ്ടാവും, മൈലേജ് ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും. അതൊക്കെ വാസ്തവം തന്നെ. അതൊന്നും ഇല്ലയെന്ന് ആര് പറഞ്ഞാലില്ല, നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ പറയുന്നത്, ഞാനൊരു 25 ഇയേഴ്സായി റോയൽ എൻഫീൽഡ് സർവീസ് മാത്രം ചെയ്യുന്നു. അപ്പം അതിൽ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും, എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ പിന്നെ സിലിണ്ടർ റീബോറിങ് ചെയ്യാറില്ല. ഈ അടുത്ത കാലം വരെ UC എഞ്ചിന് റീബോറിങ് ഇല്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് ശരിക്കും പിസ്റ്റൺ അലൗഡ് പിന്നെ അവൈലബിൾ ആയതും പിന്നെ ഓവർ സൈസ് പിസ്റ്റണിട്ട് ഓടാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. അതുവരെ റീപ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ റീപ്ലേസ് ചെയ്യുക, 5 രൂപയുടെ മാറ്റം ഉണ്ടായാലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യുക. പിന്നെ അതേമാതിരി സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബെയറിംഗ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒറിജിനൽ വാങ്ങിച്ചിടുക. ടെൻഷനില്ല, കഴിഞ്ഞു. ആ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ റോയൽ എൻഫീൽഡാണ്, ബുള്ളറ്റാണ്, നമ്മൾ കൊണ്ടുനടക്കുന്നമാർ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളറ്റല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അതിനായിട്ട് കുറച്ച് എക്സ്പെൻസ് ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം പിന്നെ തിരിഞ്ഞ് നോക്കണ്ടേ. എന്താണ് ആഫ്റ്റർ മാർക്കറ്റ് സെൽഫ് ബെയറിംഗ് ഒക്കെ ഇട്ടിട്ട് മാസം അല്ല 1.5 മാസം കൂടെ വീണ്ടും മാറ്റി മടുപ്പുളവാക്കി വണ്ടി തന്നെ ചടച്ച് പോകുന്നൊരവസ്ഥയിലേക്ക് വരുത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ക്രാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. ക്രാങ്ക് പിന്നെ ബെയറിംഗ് കണക്ടർ റോഡ് സെറ്റായിട്ട് 2700 സംതിങ് ആണ് അതിന് വില വരുന്നത്. അതങ്ങ് വാങ്ങിച്ചിടുക. ഒരിക്കലും ഇൻഡസ്ട്രിയിൽ കൊടുത്തിട്ട് ഓവർ സൈസ് പിന്നാണ്, ഓവർ സൈസ് ബെയറിംഗ് ആണ്, മറ്റേ അത് എന്നൊക്കെ പറഞ്ഞ് ഓവർ ടൈറ്റ് ചെയ്തിടും. അത് പിന്നെ ഒരു വർഷം തികച്ച് ഓടില്ല വണ്ടി. ഒരു വർഷം നല്ല ഓടുന്ന വണ്ടി ഒരു വർഷം തികച്ചുള്ള അടുത്ത വർഷം വീണ്ടും ഇങ്ങനെയൊക്കെ വരും. അപ്പം അതിനൊന്നും നിൽക്കാതെ കറക്റ്റ് പ്ലേ ഇട്ടിട്ട് കറക്റ്റ് ഒറിജിനൽ പിന്നെ ബെയറിങ് ചെയ്യുന്ന ആരാണോ അവിടെ പോയിട്ട് നിങ്ങളെന്ത് ചെയ്യുക. നമുക്ക് ഞാൻ ഒന്നുകൂടെ ഓടിച്ചാണ് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ബെയറിങ്ങായിരുന്നു. കറക്റ്റ് പിന്നെ ബെയറിങ് ഇട്ടിട്ട് കറക്റ്റ് പ്ലേയിൽ അതങ്ങ് സെറ്റ് ചെയ്യുക. പിന്നെ അതേമാതിരി ഓയിൽ ഫീഡിങ്, ഓയിൽ സീൽ മാറ്റി കൊടുക്കുക. അത് ക്ലച്ച് സൈഡിലല്ല, മാഗ്നറ്റ് സൈഡിലാണ്. മാഗ്നറ്റിൻ്റെ ഉള്ളിലായിട്ടൊരു ഓയിൽ സീൽ വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ആ ഓയിൽ സീൽ 20,000 കിലോമീറ്റർ കൊടുക്കണം. അതൊന്ന് മാറ്റി കൊടുക്കുക. പിന്നെ കറക്റ്റ് ഓറിങ്സ് കാര്യങ്ങൾ, നമ്മുടെ ഫ്യൂൽ പമ്പ് അതിൻ്റെ ഓറിങ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓറിങ്സ് റീപ്ലേസ് ചെയ്യുക. പിന്നെ ചില ആളുകൾ ഓയിൽ ഫിൽറ്ററൊക്കെ മാറ്റുന്ന സമയത്ത് ഓയിലിൻ്റെ ഫിൽറ്ററിൻ്റെ കൂടുതലുള്ള പിന്നെ ഓറിങ്സ് എങ്ങനെ ഇടേണ്ടതെന്ന് തന്നെ കറക്റ്റ് അറിയില്ല. അതിൻ്റെ മുകളിൽ കയറ്റിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് വണ്ടികളും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക. പിന്നെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അത് നോക്കിയെടുക്കുക എന്നുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഈ ഒരു കാര്യങ്ങൾ ഫിറ്റാണ് വണ്ടിയെങ്കിൽ ടെൻഷൻ ഫ്രീ പെട്രോൾ അടിച്ചോളൂ, ഓടിക്കോളൂ. അത്രയേ ഉള്ളൂ. ഇതിന് വേറൊരു കാര്യം നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ടെൻഷൻ ഫ്രീ ആണ്, യാതൊരു സംശയവുമില്ല. റോയൽ എൻഫീൽഡ് ഇതുവരെ ഇറക്കിയതിൽ UC എഞ്ചിനിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയതും
അപ്പോൾ അതിൻ്റെ ശേഷം ക്വാളിറ്റി ഇല്ല എന്നുള്ളതല്ല, ഫസ്റ്റായിട്ട് ഏതൊരു പ്രോഡക്റ്റ് പുതിയതായിട്ട് വരുന്ന ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്ഗ്രേഡിങ് ഒരുപാട് കാര്യത്തിന് അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ പോരായ്മകളൊക്കെ നികത്തിയിട്ട് ബേസിക്സിലെത്തി നിൽക്കുന്നുണ്ട് യു സി ബി കണ്ടിന്യൂസ്ലി അല്ല ഇപ്പം ഫുള്ളായി നിർത്തിയത് കൊണ്ട് യൂസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എന്നാലും ലിസ്റ്റ് മാർക്കറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റുമാണ് വണ്ടിക്ക്. അതുകൊണ്ട് വണ്ടി എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ BS3 വണ്ടി ടെൻഷനില്ല, അതായത് സെൻസറില്ല, ABS ഇല്ല, ABSൻ്റെ മോഡുലേറ്റർ ഇല്ല, പിന്നെ അതുമാതിരി ഒരു കുഴപ്പമില്ല. കാർബറേറ്റർ ഉണ്ട്, അത് 3500 കൊടുത്ത കാർബറേറ്റർ മാറ്റാനും കഴിയും. അപ്പോൾ ആ ഒരു വിഷയം പേടിക്കേണ്ട, ശരിക്കും പറഞ്ഞാൽ ഒന്നിനും പേടിക്കേണ്ട. അപ്പോൾ ഈ ഒരു സംഗതികളൊക്കെ ബുള്ളറ്റ് എടുക്കുമ്പോൾ ഈ ഒരു സംഗതിയാണ് അങ്ങ് ഓക്കെ ആക്കി കളയാം. ഒറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ട് നടക്കും. ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് എങ്കിൽ ഒരൊറ്റ സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, അതോടെ നിങ്ങളെ പ്രശ്നം തീർന്നു. വണ്ടി വീണ്ടും വർഷങ്ങളോളം ഓടാൻ റെഡിയായി. പിന്നെ കറക്റ്റ് ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ കറക്റ്റ് ഒരു 6000 കിലോമീറ്റർ ഓടുമ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ BS3. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സുഖമാണ് ഈ വണ്ടി ഓടിക്കാൻ, നല്ല ഫ്ലോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാൻഡേർഡിനോട് കിടപിടിക്കുന്ന രീതിയിൽ സ്ലോ സ്പീഡിലും പോകാൻ കഴിയുന്നുണ്ട്. ഇത് ഓടി സെറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ക്രാങ്ക് കിടപിടിക്കും. സ്റ്റാൻഡേർഡിൽ പറയുന്ന എങ്കിലും കൂടി അത്രത്തോളം എന്ന് ഞാൻ പറയില്ല, എന്നാലും സ്മൂത്തായിട്ട് വണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, റണ്ണിങ് ചെയ്ത് സ്മൂത്തായി എൻജിൻ സെറ്റായിട്ടുള്ള വണ്ടികൾ ഒരു ടെൻഷനില്ല. അപ്പോൾ ഇത്രയാണെങ്കിൽ BS3നെ കുറിച്ച് പറയാം. ഇന്ന് മഴ ആയതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയായിട്ട് പറയാനും പറ്റില്ല കേട്ടോ. നമുക്ക് ഫുള്ള് മഴ തന്നെ. ക്യാമറ ലെൻസിൻ്റെ മുകളിൽ വെള്ളം വീണാൽ എനിക്ക് ആ ഒരു വ്യൂസ് കിട്ടില്ല. അപ്പം BS3ൻ്റെ കാര്യങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് വണ്ടി, ധൈര്യത്തിൽ എടുത്തോളൂ. ഞാനീ പറയാനുള്ള വൃത്തിയിൽ ശ്രദ്ധിക്കുക. പിന്നെ വർക്ക് എടുക്കുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ബോർഡും വെച്ചിട്ട് ഒരുപാട് വർക്ക്ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഇടുമ്പോൾ അത് സിലിണ്ടർ കിറ്റ് ആണെങ്കിലും ക്രാങ്ക് ആണെങ്കിലും ഒറിജിനൽ ആയതുകൊണ്ട് മാത്രം കാര്യമല്ല. ഉണ്ട് നല്ല വർക്കേഴ്സൊക്കെ ഉണ്ട്, വർക്കേഴ്സ് ഇല്ല എന്ന് പറയില്ല. അത് ഒരുപാട് എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. ഒരുപാട് നമുക്ക് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ അടുത്തേക്ക് ഒരുപാട് വണ്ടികൾ ഒരുപാട് അയച്ചിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത് അറിഞ്ഞ് വണ്ടി കംപ്ലയിൻസ് ആയിട്ട് തീർക്കാൻ വന്ന ആൾ. ഇപ്പം എന്തായാലും കർണാടകയിൽ നിന്നൊക്കെ ഒരു ടീമൊക്കെ വന്നു. അവർ ഒരുപാട് സംഖ്യ പറഞ്ഞ് പേടിപ്പിച്ച് അതായത് അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരുപാട് നല്ല നല്ല മെക്കാനിക്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ മെക്കാനിക്സുമായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ വർക്ക് എടുക്കുന്ന കഴിയുമ്പോൾ സർവീസ് സെൻ്ററും കയറ്റുന്ന വർക്ക് എടുപ്പിച്ചോളുന്ന. പിന്നെ സർവീസ് സെൻ്ററിൽ പറയാൻ പറ്റില്ല, യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട്. എന്നാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകളുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായില്ല, 10-15 വർഷമായിട്ട് ഈ വണ്ടിയിലും എക്സ്പീരിയൻസ്ഡ് ആളുകളുണ്ട്. അവരുടെ വർക്ക് എടുപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. റോയൽ എൻഫീൽഡ് ഗ്രേറ്റ്. ഇതാണ് BS3നെ കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയുമായി ഇവിടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.